ബോഡിയും മൈൻഡൊക്കെ ഭയങ്കര വീക്കായിരിക്കുന്ന ഒരു ടൈമാണ് ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുന്നത്. നമ്മൾ തിളച്ച വെള്ളം മേത്തിക്കൊഴിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ഒഴിഞ്ഞ് ചിലരൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ വയറൊക്കെ കെട്ടുന്നതാണെങ്കിലും ഈ ജനലിലൊക്കെ ഈ തുണി വലിക്കും, എന്നിട്ട് വലിച്ച് മുറുക്കി അങ്ങനെ വയറ് കെട്ടുന്നൊക്കെ. ഇവിടെ അങ്ങനെയൊന്നും അല്ല. ഇപ്പം പ്രസവരക്ഷ എന്നൊക്കെ പറയുമ്പോൾ കുറേ പേർക്ക് തെറ്റായ കുറേ ധാരണകളുണ്ട്. തെറ്റായെന്നല്ല, എൻ്റെ അമ്മ തന്നെയൊക്കെ പറയുമായിരുന്നു പെയിനൊക്കെ, എൻ്റെ ഫുൾ ബോഡി പെയിൻ, എൻ്റെ മുട്ടുവേദന കംപ്ലീറ്റ് മാറിയിട്ടാണെങ്കിലും അതേ ആ ഒരു സ്ട്രെസ് എനിക്ക് ഡെലിവറിക്ക് ശേഷം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടൈം കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് സമേതയിലാണ്. എൻ്റെ പ്രസവരക്ഷ ഞാൻ ഇവിടെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് ഞാൻ ആയിട്ടിപ്പോൾ പങ്കുവയ്ക്കാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഡെലിവറി, അതായത് നമ്മുടെ കുഞ്ഞുണ്ടായപ്പോഴും ഞാൻ പ്രഷർ ഡോക്ടറെ തന്നെയായിരുന്നു കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇപ്പം എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. നാളെ ഞങ്ങൾ ഡിസ്ചാർജ് ആയി പോവാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ പ്രസവരക്ഷ എങ്ങനെയായിരുന്നു, എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്, എൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ തോന്നി. കാരണം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, പലരും ഇപ്പം അറിയാതെ പോകുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങളെ കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എനിക്കുണ്ടായ ബെനിഫിറ്റ്സ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യത്തെ ദിവസങ്ങളിൽ എനിക്ക് 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ഇവിടെ നിന്ന് ചൂസ് ചെയ്തത്. ഇവിടെ ആദ്യം വന്ന സമയത്ത് ഡോക്ടറെ പ്രഷർ ഡോക്ടർ തന്നെയായിരുന്നു. അപ്പോൾ പ്രഷർ ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് എൻ്റെ ബോഡി ആയിട്ട് ഫുള്ളൊന്ന് ചെക്ക് ചെയ്തു. കാരണം എനിക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. ഒന്നാമത് എനിക്ക് നല്ല മെൻ്റലി ഞാൻ ഭയങ്കര സ്ട്രെസ്ഡായിരുന്നു. അത് കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രഗ്നൻസി സമയത്താണെങ്കിലും അതേ ആ ഒരു സ്ട്രെസ് എനിക്ക് ഡെലിവറിക്ക് ശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടറിൻ്റെ എത്ര ദിവസത്തെ പാക്കേജ് 10-14 ആയിരുന്നു. പക്ഷേ പിന്നെ അത് 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ്. കാരണം എനിക്ക് മുട്ടിന് വേദന, എനിക്ക് കഴിഞ്ഞ പ്രസവത്തിന് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം എനിക്ക് മുട്ടിന് വേദന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്ക് പെയിൻ, ഷോൾഡർ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് എടുത്തത് കേട്ടോ. അപ്പോൾ കഴിയാറായി, നാളെ 14 ദിവസമാണ്. 14ാമത്തെ ദിവസമാണ്. നാളെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുക. ഇപ്പം ഞാൻ പെർഫെക്റ്റ്ലി ഓൾറൈറ്റാണ്. എൻ്റെ വേദനകളൊന്നും എനിക്ക് ഇല്ല, വേദനകളൊക്കെ കുറഞ്ഞു. പിന്നെ സ്ട്രെസ്സാണെങ്കിലും നല്ല റിലീഫ് ഉണ്ട്, ഒരുപാട് നല്ല മാറ്റമുണ്ട് എനിക്ക്. ഞാൻ ഇങ്ങനെയേ അല്ല ഇവിടെ വന്നത്. ആ കോലമൊക്കെ നിങ്ങൾ കോഴിക്കോടേക്ക് വന്ന വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയല്ല ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ചുമയുണ്ടായിരുന്നു. അപ്പോൾ ചുമയൊക്കെ നല്ല മാറി, നല്ല വ്യത്യാസം എനിക്കുണ്ടായി. കൺസൾട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ റെസ്റ്റ് എടുത്തു ആദ്യത്തെ ദിവസം. കാരണം എത്തിയപ്പോൾ തന്നെ 2 മണിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുത്തു. പിന്നെ പിറ്റേ ദിവസമാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പ്രഷർ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 2 പേരാണ് എന്നെ ട്രീറ്റ്മെൻറ്റ് എന്നെ ചെയ്യാനുണ്ടായിരുന്നത്. സരിത ചേച്ചി, ശരണ ചേച്ചി കേട്ടോ. അടിപൊളിയായിരുന്നു, അവരെക്കുറിച്ചും പറയണമല്ലോ. അപ്പോൾ വന്ന പിറ്റേ ദിവസമാണ്. അപ്പം നമ്മൾ ആദ്യം നമ്മളെ ട്രീറ്റ്മെൻറ്റ് റൂമിൽ കൊണ്ടുപോയി, എന്നിട്ട് അവിടെ ഇരുത്തി ഹെയർ ഓയിൽ ഉണ്ട്, സമേതയുടെ തന്നെ ഹെയർ ഓയിൽ വെച്ചിട്ട് നമ്മുടെ ഹെഡ് നന്നായിട്ട് മസാജ് ചെയ്തിരും. അപ്പം തന്നെ നമുക്ക് നല്ലൊരു റിലാക്സേഷനാണ് കേട്ടോ. നന്നായി മസാജ് ചെയ്ത് അതിന് ശേഷം നല്ല സുഖമാണ്. ഇങ്ങനെ ഇരിക്കും, നമ്മൾ ഉറങ്ങിപ്പോകും ചിലപ്പോഴൊക്കെ. അപ്പം മസാജ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും, മസാജ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ തലയിൽ ഹെയർ പാക്ക് ഇടും കേട്ടോ. ഹെയർ കുറച്ച് എന്തൊക്കെയോ കൂടിച്ചേർന്ന ഹെന്നയും അതും അങ്ങനെ കുറേ സാധനങ്ങൾ കൂടിച്ചേർന്നൊരു സംഭവമാണ്. അപ്പം നമുക്ക് ഹെയർ പാക്ക് ഇടും. ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ഒരു പാത്തിയുണ്ട്, ആ പാത്തിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഉഴിച്ചിലും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ മുടിയൊക്കെ കെട്ടിവെച്ച് ക്യാപ്പൊക്കെ ഇട്ടതിന് ശേഷം നമ്മളെ പാത്തിയിൽ കടത്തും. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഫേസാണ് ചെയ്യുക. അതാദ്യം നമ്മൾ ഫേസും നന്നായിട്ട് മസാജ് ചെയ്യും. ഫേസ് നന്നായി മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസിൽ പാക്ക് ഇടും. ഫേസിൽ പാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫുൾ ബോഡി ഒഴിച്ചിലാണ് 2 പേരും കൂടെ ചെയ്യുന്നത്. ഒരു സൈഡ് ഒരാൾ അങ്ങനെ 2 പേരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എണ്ണയൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് ബോഡി നന്നായിട്ട് അത് മസാജ് ചെയ്ത് തരും. പ്രത്യേകിച്ച് എനിക്ക് നല്ല ബാക്ക് പെയിനും ഷോൾഡർ പെയിനും മുട്ടിനൊക്കെ വേദനയുള്ളതുകൊണ്ട് അവിടെയൊക്കെ അവർ നന്നായി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. നന്നായി കംപ്രസ്, അവിടെ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നന്നായി ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം
നമ്മുടെ ബോഡിയിലും ഒരു പാക്ക് ഇടും. മഞ്ഞളിൻ്റെ ഒരു പാക്കാണ്. അപ്പം അത് നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ ഇതന്നെയാണ് റൊട്ടീൻ ചെയ്ത് വരുന്നത്. ഞാൻ 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിൽ 9ാമത്തെ ദിവസം തൊട്ട് എനിക്ക് കിഴി തുടങ്ങി. കിഴി എന്ന് പറയുമ്പം നമ്മൾ പെയിനൊക്കെ ഉള്ളുമ്പം നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് കിഴി എന്ന് പറയുന്നത്. നമ്മുടെ ദേഹത്തിന് പറ്റുന്ന ചൂടിൽ നമ്മുടെ ദേഹത്ത് നല്ല കിഴി വെച്ച് ചെയ്യുന്ന പൊടിക്കിഴിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ പെയിൻ ഉണ്ടായിരുന്നത് മുട്ടിനും പിന്നെ ഷോൾഡറും ബാക്കിനുമായിരുന്നു. അപ്പോൾ അവിടെയായിരുന്നു കേട്ടോ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുട്ടിനാണ് ഏറ്റവും ഞാൻ പ്രാധാന്യം കൊടുത്തത്. കാരണം എനിക്ക് മുട്ടിന് കഴിഞ്ഞ പ്രഗ്നൻസിക്ക് നല്ല പെയിനായിരുന്നു. ഇപ്രാവശ്യം പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് മുട്ടിന് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുട്ടിനാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കിഴി ചെയ്തു. 9ാമത്തെ ദിവസവും കിഴി, 10ാമത്തെ ദിവസവും കിഴി, 11ാമത്തെ ദിവസം, അങ്ങനെ 3 ദിവസം അടുപ്പിച്ച് കിഴിയായിരുന്നു കേട്ടോ. ഈ കിഴി തന്നെയായിരുന്നു നമ്മുടെ വേദന പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. കിഴി കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം ഞവര തേപ്പായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ബോഡി ഫുള്ള് ഞവര തേക്കുക. അത് ചെറു ചൂടിലാണ് തേച്ചുകൊണ്ടിരുന്നത്. അതും നമുക്ക് ബോഡിക്ക് നല്ല റിലാക്സേഷൻ കിട്ടും. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ശരിക്കും നടക്കാനൊക്കെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു. പിന്നെ അങ്ങനെ ലാസ്റ്റ് ദിവസം 14ാമത്തെ ദിവസം നമുക്ക് ഫേഷ്യലാണ് കേട്ടോ. നമ്മൾ ഇത്ര ദിവസം ഫേസിലൊരു പാക്ക് മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിരുന്നു. ഈ ലാസ്റ്റ് ദിവസം നമുക്ക് ഫേഷ്യലുണ്ട്. ഫേഷ്യൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്റ്റീം ബാത്താണ് കേട്ടോ. സ്റ്റീം ബാത്ത് ചെയ്യും. പിന്നെ സ്റ്റീം ബാത്ത് കൂടാതെ ലാസ്റ്റാണ് ധാര എന്ന് പറഞ്ഞാൽ നല്ലൊരു റിലാക്സേഷനാണ്. നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ നല്ലൊരു മൈൻഡ് സെറ്റ് ആവാനൊക്കെ വേണ്ടിയിട്ട് ധാര നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നല്ല തണുപ്പാണ്, നല്ല സുഖമാണ് ധാര. ഈ ധാരയും ചെയ്യും. അതാണ് നമ്മുടെ ലാസ്റ്റത്തെ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 14 ദിവസത്തെ പാക്കേജ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാക്കേജിൽ അടങ്ങുന്നത് കേട്ടോ. ഇതുകൂടാതെ 21 ദിവസത്തെ, 28 ദിവസത്തെ, 16 ദിവസം, 10 ദിവസം അങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട്. ഞാൻ 14 ദിവസത്തെ എടുത്തുകൊണ്ട് എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തിയത്. സുരക്ഷ പറയുമ്പോൾ അമ്മയുടെ മാത്രമല്ല, എൻ്റെ മാത്രമല്ല, കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞാൽ കുഞ്ഞിനെ കുളിപ്പിക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് ഇതുപോലെ തന്നെ ആദ്യം ബേബി സൂത്തനിങ് ഓയിലുണ്ട്. അത് വെച്ചിട്ട് ബോഡിയൊക്കെ മസാജ് ചെയ്തതിന് ശേഷം തലയിൽ ഹെയർ ഓയിലൊക്കെ വെച്ച് സോപ്പൊക്കെ ഇട്ട് അങ്ങനെയായിരുന്നു അവനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവളെയാണെങ്കിലും ഞാൻ ഡോക്ടർ എനിക്ക് കൊറിയർ ചെയ്ത് തന്നിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത് സമേതയുടെ തന്നെ ആയുർവേദിക്, അതായത് സൂത്തനിങ് ഓയിലും അതേപോലെ തന്നെ സോപ്പൊക്കെ ആയിരുന്നു ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു സ്ട്രെസ് റിലീഫ്. കാരണം ഞാൻ ഇവിടെ വന്നത് അത്രയും ഡൗൺ ആയിട്ടായിരുന്നു. ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിപ്പോൾ എൻ്റെ ഫേസിൽ രാത്രി വീഡിയോ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. കഴുത്തിലൊക്കെ വരുമ്പോൾ നല്ല കറുപ്പായിരുന്നു, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അതൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസൊക്കെ നല്ല കുറച്ച് ഗ്ലോ ആയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഒന്നും ഫീൽ ചെയ്യുന്നുണ്ട്, അറിയില്ല. എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ രാത്രി വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും. കാരണം എൻ്റെ ഇവിടെ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് നിറം വയ്ക്കുമ്പോൾ ആ മാർക്ക് നല്ല എടുത്തറിയാം. അപ്പോൾ ഇപ്പോൾ കണ്ണാടി നോക്കിയാൽ എനിക്ക് ഇവിടുത്തെ ഈ പാട് കാണാം. അപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് ഗ്ലോ ഒക്കെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ എനിക്ക് നല്ല പെയിനൊക്കെ, എൻ്റെ ഫുൾ ബോഡി പെയിൻ, എൻ്റെ മുട്ടുവേദന കംപ്ലീറ്റ് മാറി. എനിക്കിപ്പം ബോഡി പെയിൻ കാര്യങ്ങളൊന്നുമില്ല. സ്ട്രെസ്സും അതുപോലെ നല്ല റിലീഫ് ഉണ്ട്. കുറച്ചും കൂടെയൊക്കെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആവാനുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് ഒരുപാട് മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. ഹൈലി റെക്കമെൻഡബിളാണ്. എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടുത്തെ ഡോക്ടേഴ്സിനോടായാലും ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനോടായാലും. നല്ല കെയറിങ്, ഫുഡൊക്കെ തന്നെ നമ്മൾ നോർമലി വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണമല്ല, അതൊന്നും നല്ല വ്യത്യാസമുണ്ട് ഇവിടുത്തെ ഫുഡൊക്കെ. പക്ഷെ 9 നേരം ഫുഡ് അടിപൊളി. കുളിയൊന്ന് കിടക്കുക, സമയമാകുമ്പോൾ അവർ ഫുഡ് റൂമിൽ കൊണ്ടുതരും. ഭയങ്കര എൻജോയ് ചെയ്തു. ഭയങ്കര പിന്നെ നല്ല റിലീഫായിരുന്നു. ഒക്കെ കൊണ്ടും അടിപൊളിയായിരുന്നു. ഇപ്പോൾ പ്രസവരക്ഷ എന്നൊക്കെ പറയുമ്പോൾ കുറേ പേർക്ക് തെറ്റായ കുറേ ധാരണകളുണ്ട്. തെറ്റായെന്നല്ല, എൻ്റെ അമ്മ തന്നെയൊക്കെ പറയുമായിരുന്നു തിളച്ച വെള്ളം അമ്മയുടെ ദേഹത്തേക്കൊക്കെ ഒഴിക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊക്കെ ഇത് അറ്റൻഡ് ചെയ്യണതിന് മുമ്പ് എനിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ദൈവമേ ഇനി അങ്ങനെ ആയിരിക്കുമോ, അങ്ങനെയാണെങ്കിൽ എനിക്കതൊന്നും വേണ്ട. പിന്നെ അതൊന്നും ലോജിക്കേ അല്ല അങ്ങനെ വെച്ച് നോക്കുമ്പം. പക്ഷേ അങ്ങനെയേ അല്ല സംഭവം. നമ്മൾ തിളച്ച വെള്ളം മേത്തിക്കൊഴിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ മുഴിഞ്ഞ് ചിലരൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ വയറൊക്കെ കെട്ടണതാണെങ്കിലും ഈ ജനലിലൊക്കെ ഈ തുണി വലിക്കും, എന്നിട്ട് വലിച്ച് മുറുക്കി അങ്ങനെ വയറ് കെട്ടുന്നൊക്കെ. ഇവിടെ അങ്ങനെയൊന്നും അല്ല. നമ്മൾ
അതൊക്കെ വെറും തെറ്റായതാണ്. പക്ഷേ ഇത് നമ്മൾ എന്തായാലും ചെയ്യുന്നത് നമ്മുടെ മൈൻഡിനും ബോഡിക്കൊക്കെ നല്ലൊരു റിലാക്സേഷനാണ്. കാരണം നമ്മുടെ ബോഡിയും മൈൻഡൊക്കെ ഭയങ്കര വീക്കായിരിക്കുന്ന ഒരു ടൈമാണ് ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു റിലീഫാണ് കിട്ടുന്നതെന്ന്. പണ്ടത്തെ ആൾക്കാർ പറയണ പോലെ ഒന്നുമല്ല ഈ സംഭവം. നമ്മുടെ ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ചൂടിൽ, അതേപോലെ നമുക്ക് കംഫർട്ടബിളായിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്. നമ്മളോട് തന്നെ എല്ലാം ചോദിച്ച് നമുക്ക് കംഫർട്ടബിളായിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത്ര അടിപൊളിയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ പ്രസവം കഴിഞ്ഞവർക്കൊക്കെ ഇത് ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം കാരണം നമുക്ക് കറക്റ്റ് ഫുഡ്, നമ്മുടെ ആ ഇപ്പോൾ ഒരു 28 ദിവസത്തെ പാക്കേജൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ 1 മന്ത് നമുക്ക് ഫുൾ റെസ്റ്റ്, കറക്റ്റ് റെസ്റ്റ്. പിന്നെ നമുക്ക് ബോഡി പെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാനിതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. ഇനിയിപ്പോൾ നാളെ വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. 2 പിള്ളേരെ നോക്കണം, ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം. അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇതേപോലെ ശ്രദ്ധിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല. കുളി കഴിഞ്ഞ് വരിക, കിടക്കുക, കുഞ്ഞിനെ അമ്മ ഉണ്ടായിരുന്നു നോക്കാം, കുഞ്ഞിനെ അവർ കുളിപ്പിക്കും. അമ്മയ്ക്കാണെങ്കിൽ ഇവിടെ അങ്ങനെ വീട്ടിൽ ചെയ്യണ പോലെ ഒരുപാട് പണിയും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് വരാൻ പറ്റിയാലും ചെയ്യാൻ പറ്റിയാലും. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഭയങ്കര കംഫർട്ടായിരുന്നു എനിക്ക്. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും പ്രഷർ ഡോക്ടർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പം ഞാൻ എല്ലാവർക്കും എനിക്ക് തോന്നി ഇത് നല്ലൊരു യൂസ്ഫുള്ളായിട്ട്. നമ്മൾ പല വീഡിയോയും യൂട്യൂബിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് തോന്നി ഇതൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുമായിട്ടത് നിങ്ങൾക്കും കൂടെ ചിലപ്പോൾ പ്രയോജനകരമായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. അപ്പം നാളെ തന്നെ ഇപ്പോൾ ഈ വീട്ടിൽ പോവാണ്. ഇനിയിപ്പോൾ പിന്നെ നമ്മൾ റെഗുലർ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും. ഇനിയിപ്പോൾ ഒന്ന് ആക്റ്റീവായി നിൽക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. എങ്ങനെയാണെന്നറിയില്ല, സിറ്റുവേഷൻ പോലെ തന്നെ. അപ്പം ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ യുവർ ആൻഡ് മേരി ജോസഫ്. ഇത്ര നേരം ക്ഷമയോടെ ക്യാമറയിൽ ബാക്കിലിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അഖിൽ രാമചന്ദ്രൻ. ടാറ്റ.